ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു ഫിഷ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നവര മീനാണ് വാങ്ങിയിട്ടുള്ളത്. ഞാൻ തന്നെ മാർക്കറ്റിൽ പോയി വാങ്ങിയതാണ്. നമ്മുടെ നാട്ടിൽ നവര എന്നാണ് പറയുന്നത്, പിന്നെ ചില സ്ഥലങ്ങളിൽ കിളിമീൻ എന്നൊക്കെ പറയാറുണ്ട്. ഇത് കഴുകി വൃത്തിയാക്കാം. ഞാൻ ഇപ്പോൾ കഴുകി വൃത്തിയാക്കുന്ന സമയം ഒരു മീൻ എടുത്തുകൊണ്ട് ഓടി. അവൻ്റെ ഒരു ക്ലിപ്പും കൂടി ഇടാമെന്ന് വിചാരിച്ചു. മീനെല്ലാം കഴുകി നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൽ ചേർക്കാനുള്ള പൊടികളുടെ അളവൊക്കെ നമുക്ക് നോക്കാം. ഞാനിവിടെ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവ, പുളി എന്നിങ്ങനെയാണ്. പിന്നീട് വേണ്ടത് തേങ്ങയാണ്. തേങ്ങയും 3 ചുവന്നുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായി അടിച്ചെടുക്കാം. ആദ്യം മുളക് പൊടി ഇട്ട് കൊടുത്തു, പിന്നീട് മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നീട് ഉലുവ ചേർത്ത് കൊടുത്തു. പിന്നെ മുളക് കുറവെന്ന് തോന്നുന്നതുകൊണ്ട് ഞാൻ 1 സ്പൂൺ മുളകും കൂടെ ആഡ് ചെയ്തു. ഇനി നമുക്ക് പുളി പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് അടിച്ചെടുക്കുക. നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി ചൂടാക്കിയ ശേഷം അതിൽ കടുക് വറുത്ത് ശേഷം ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കുക. എനിക്ക് അരപ്പ് കട്ട് ചെയ്യാൻ തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തിളയ്ക്കാൻ വയ്ക്കുക. നവര മീനായിട്ട് പെട്ടെന്ന് കുക്കാവും അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം അത് വേവിച്ചാൽ മാത്രം മതിയാവും. മറ്റ് മീനുകളെ പോലെയല്ല, ഒരുപാട് സമയം അത് കുക്ക് ചെയ്യണമെങ്കിൽ അത് പൊടിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് അരപ്പിൽ തിള വന്ന ശേഷം മാത്രം മീൻ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അരപ്പ് തിളയ്ക്കട്ടെ. അപ്പോൾ തിളയൊക്കെ വന്ന് തുടങ്ങി. ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. മീനെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്കിതൊരു അടച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറിൻ്റെ ഇവിടെ കഴിച്ചാലോ. ഞാൻ ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ച് കറികൾ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇവിടെ ഭയങ്കര മഴയാണ് ട്രിവാൻഡ്രത്ത്. അപ്പോൾ നമുക്ക് ചോറ് അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അവിയലുണ്ടാക്കി. പിന്നെ നമ്മുടെ മീൻ കറി, അച്ചാർ, ഇങ്ങനെയാണ് ഇന്നത്തെ ഡിഷ് എന്ന് പറയുന്നത്. അവിയൽ വിളമ്പി. ഇനി മീൻ നല്ല ഫ്രഷ് മീനായിരുന്നു, കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റായിരുന്നു. പിന്നീട് അച്ചാർ. അപ്പോൾ നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസൊക്കെ അറിയിക്കുക. എൻ്റെ സുജാസ് വേൾഡ് എന്ന ഈ പുതിയ യൂട്യൂബ് ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. ഇനി പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.